നിങ്ങൾക്കൊരു കുട്ടി വേണോ, എന്തിനാണ് നിങ്ങൾക്കൊരു ചൈൽഡ് വേണ്ടത്, എന്നിട്ടാണ് അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പാരന്റിങ്ങിന് പോകേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്കങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണം, നമ്മുടെ ജനസംഖ്യ റെഡിയാക്കണം, അങ്ങനത്തെ പ്രശ്നമൊന്നും നമുക്ക് ഇവിടെ ഇല്ല. സോ യു ബെറ്റർ ഗെറ്റ് റെഡി ഫോർ വാട്ട് യു എക്സാക്ട്ലി വാണ്ട്. ആൻഡ് മെയിൻ തിങ് ഇസ് വി ആർ ഓൾ ഇവോൾവിങ്, ചേഞ്ചസ് ആർ ദ ഓൺലി കോൺസ്റ്റന്റ് എന്ന് പറയും. പക്ഷെ നിങ്ങൾ ഈ മാറ്റത്തിന് റെഡി ആണോ എന്നുള്ളതാ. എല്ലാ ദിവസവും പുറത്തു പോയി ഉള്ള ആൾക്കാരാണ് നമ്മളെ. 3 months അല്ലെങ്കിൽ പോട്ടെ ഒരു 1.5 മാസത്തോളം വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അതുപോലും പോസിബിൾ അല്ല. നെയിൽ ആർട്ട് ചെയ്യുന്ന, ഇപ്പം അറ്റ്ലീസ്റ്റ് ത്രെഡിങ് പോലും, ഹെയർ കട്ട് എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ സ്ത്രീകളും. നമുക്ക് പുറത്തിറങ്ങാൻ ചിലപ്പോൾ പറ്റില്ല, കുറെ ട്രീറ്റ്മെന്റ്സിന് പറ്റില്ല എന്ന് തന്നെ പറയും. നമ്മൾ ലാക്ടേഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറെ ട്രീറ്റ്മെന്റ്സ് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നെയിൽസ് ഒക്കെ വല്ലാതെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം കുഞ്ഞാവിനെ കുളിപ്പിക്കണം, കഴുകണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആസ് സച്ച് നമ്മൾ ഹൗ വി ഡിഫൈൻ അവർ സെൽസ് തന്നെ മാറും. പിന്നെ ഡ്രസ്സിംഗ് ആണെങ്കിലും ഇതൊരു ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഫോർ എ ഫ്യൂ, ഐ വുഡ് സേ ഫീമെയിൽ. കാരണം വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് മ്യൂച്വലി ആണെങ്കിൽ പോലും അതിന്റെ ആ ഹൈറാർക്കി കൊടുക്കേണ്ടത് ഫീമെയിൽ ബോഡിക്കാണ്. ഫീമെയിൽ എന്ന് പറയുന്ന ആ ഒരു പാർട്ട്ണറിനാണ്. എന്നിട്ട് മാത്രമാണ് പാരന്റിങ്ങിന് പോകേണ്ട കാര്യമുള്ളൂ.